Hey guys, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ Insta360 1x2 എന്ന് പറഞ്ഞൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ക്യാമറയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ക്യാമറയുടെ പാക്ക്. ഇത് ഇത്ര വലിപ്പമൊന്നുമില്ല ക്യാമറ, അതൊരു ചെറിയൊരു ക്യാമറയാണ്. ക്യാമറ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ക്യാമറ കേട്ടോ. ഏകദേശം എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുണ്ടുള്ളൂ, കണ്ടില്ലേ? ഇത്ര വലിപ്പമാണ് ഈ ക്യാമറയ്ക്കുള്ള മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ. ഇതാണ് ക്യാമറ. ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഒക്കെ ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. ഇതാണ് പവർ ബട്ടൺ. പിന്നെ ഇതിൽ ചാർജ് ചെയ്യാനുള്ളത് കണ്ടോ, ഇതാണ് ചാർജ് ചെയ്യാൻ. ഇതെടുത്ത് മറ്റ് ചാർജ് ചെയ്യാം. ഇതിന്റെ ബാറ്ററി ഉണ്ട്. ഇതിന്റെ ബാറ്ററി പവർ എന്ന് പറയുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിന് എടുത്ത ഷോട്ടുകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കണ്ട വീഡിയോയിൽ എൻ്റെ കയ്യിൽ ക്യാമറയിലായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു സ്റ്റിക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ബണ്ടിൽ പാക്ക്. ഇൻവിസിബിൾ ആയിട്ടുള്ളതിന് പിന്നെ ഒരു ബുള്ളറ്റ് മോഡ് സാധനം കിട്ടും. അതുകൊണ്ട് ഇങ്ങനത്തെ കറക്കുകയാണെങ്കിൽ അത് ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബോക്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബണ്ടിൽ പാക്ക് പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഇതിൽ കണക്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്രൈപോഡ് പോലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൈപോഡ് പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കറക്കിയിടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മഴയുള്ള കാരണമാണ് ഞാൻ പുറത്തിറങ്ങി ഷൂട്ട് അധികം എടുക്കാത്തത്. അകത്തിരുന്നുള്ള വിഷ്വൽസാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു പനിയായിട്ട് Insta360 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു പനി എന്ന് പറഞ്ഞത്. ഫ്രീ ആണ്. പിന്നെ പറയാനുള്ളത്, ഇതിന്റെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി നോക്കണമെങ്കിൽ ഇതിന്റെ ഒരു ലെൻസിന്റെ ഇവിടെ ഉണ്ടാവും. ഈ 2 ഗാർഡും ഊരി കളഞ്ഞിട്ട് വേറെ ഗാർഡ് വെക്കണം. ഇതൊരു ടെമ്പററി ആയിട്ട് വെച്ചിട്ടുള്ള അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുള്ള കാരണമാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി കിട്ടാത്തത്. അപ്പൊ ഇത് മാറ്റിയിട്ട് ഈ 2 ഗാർഡും മാറ്റിയിട്ട് വേറൊരു പ്രൊട്ടക്ഷൻ ആയിട്ടൊരു സ്ക്രീൻ ഗാർഡ് കിട്ടും ചെറുത്. രണ്ടും വെച്ചാലാണ് ഫുള്ളായിട്ടൊരു ക്വാളിറ്റി കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ഗാർഡ് ഊരിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ഗാർഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു 2-3 ദിവസത്തിന് എത്തും. അത് എത്തിയതിനു ശേഷം ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് Insta360 1x2. ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതിലുണ്ടാവും. ഇതിലത്തെ ഷോട്ടുകൾ എങ്ങനെ എടുക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോസ് അടുത്തതിലുണ്ടാവും. ഇപ്പൊ ഞാൻ അധികം ചെയ്യാത്തതിന്റെ കാര്യം ഇതിന്റെ ഈ ഇത് രണ്ടും ടെമ്പററി ആണ്. ഇത് ഊരി കഴിഞ്ഞാൽ ലൈൻസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിന് സ്ക്രാച്ച് കാര്യങ്ങൾ വരെയായിരിക്കും വേണ്ടി സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കേണ്ടി വരും. അത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും. അതിനുശേഷം ഇതിന്റെ ഫുള്ളായിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് ഇട്ടാണ് യൂസ് ചെയ്യാൻ. പിന്നെ ഇത് ഫോണിലും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് എഡിറ്റ് ചെയ്യാൻ ആപ്പ് Insta360 എന്നൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പൊ കമ്പ്യൂട്ടറിൽ ആപ്പൊക്കെ ഉള്ളവർക്കാണ് അതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് നല്ല സ്റ്റോറേജ് ഉള്ള ഫോണിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 400 MB മേലെയുണ്ട് ഇതിന്റെ ഒരു ആപ്പിന് തന്നെ. പിന്നെ ഇതിന് ചെറിയ ഹീറ്റിംഗ് ഒന്നും അധികം തോന്നിയിട്ടില്ല യൂസ് ചെയ്തപ്പോ ഒന്നും. കാരണം ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് ആകെ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. യൂസ് ചെയ്യാൻ കുറെ പഠിക്കാനുണ്ട്. ഇത് ഇന്നലെയാണ് എനിക്ക് സംഭവം കിട്ടിയത്. അപ്പൊ അതിനൊരു വീഡിയോ ചെയ്യണം തോന്നുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ ചെയ്യുക.